വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനിക്ക് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളവറുകൾ മറുപടി കൊടുത്തു. ഒന്ന് കേട്ടു നോക്കാം. വെള്ളാപ്പള്ളി നടേശന്റേത് സർക്കാരിനെതിരായ വിമർശനമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ. വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മറുപടി വെള്ളാപ്പള്ളി നടേശൻ അർഹിക്കുന്നില്ല എന്നും ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ 24-നോട് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം കത്തുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇബ്രാഹിം ബുഖാരി തങ്ങളാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം അതേറെ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മുസ്ലിം സംഘടനകൾ ഭരണത്തിലിടപെടുന്നു എന്നുള്ളതാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇത് സർക്കാരിനെ വിമർശിക്കലാണല്ലോ. അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. എന്താണ് സർക്കാർ ഇതിന് മറുപടി പറയാത്തത് എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. സർക്കാർ ആരുടെയും പാവമാവേണ്ടവരല്ലല്ലോ, അങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയേണ്ടതുമല്ലല്ലോ. സർക്കാരിനെ വിമർശനത്തിന് സർക്കാർ മറുപടി പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വേദിയിൽ മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലും പ്രശ്നമില്ല എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിമർശനം ഈ സാഹചര്യത്തിൽ പറയുന്നത്. ഞങ്ങളുടെ പാരമ്പര്യം മറുപടി അർഹിക്കുന്നതിന് മറുപടി പറയുക എന്നുള്ളതാണ്. ഇത് ഞങ്ങളല്ല ആരോപണം, മറിച്ച് സർക്കാരിനെയാണ് ആക്ഷേപിക്കുന്നത്, വിമർശിക്കുന്നത്. സർക്കാർ അതിന് മറുപടി പറയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്ക് സർക്കാർ തന്നെ മറുപടി നൽകണം എന്നുള്ളതാണ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ നിലപാട്. എന്തായാലും ഈ വിഷയത്തിൽ